ഹായ് എവ്രിവൺ, നമസ്കാരം. അങ്ങനെ 2025 ഒരു എൻഡിലേക്ക് എത്തുവാണ്. എല്ലാവരും 2026 വേണ്ടി കാത്തിരിക്കുമ്പോൾ ഐ തിങ്ക് 2025 മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് വാസ് എ വെരി ഗുഡ് ഇയർ. ഒത്തിരി നല്ല പടങ്ങളെ സമ്മാനിച്ച ഒരു വർഷം. മേ ബി വിൽ ഡു എ വീഡിയോ ഷോർട്ട്ലി ഓൺ കുറച്ച് മൂവീസ്, നല്ല പടങ്ങളിലൊരു വീഡിയോ ചെയ്യാം. അതിന് മുൻപ് 2026 ജനുവരി 16 16 തിയേറ്റേഴ്സിൽ എത്താൻ പോകുന്ന മൂവിയാണ് പെണ്ണ് കേസ്. ഞാൻ ഓൾറെഡി ഈ ചാനൽ പെണ്ണ് കേസിൻ്റെ ടീസറിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അന്ന് ടീസർ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇറ്റ് ഇസ് എ സെറ്റാരിക്കൽ ഡ്രാമ പോലെ. ഇപ്പം അതിൻ്റെ ട്രെയിലർ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് ലെറ്റ്സ് വാച്ച് ഇറ്റ്. അന്ന് നമ്മൾ പറഞ്ഞതിൽക്കാൾ കൂടുതൽ എന്തെങ്കിലും പുതിയ ലെയർ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു ആംഗിൾ ട്രെയിലറിലുണ്ടോ എന്ന് നോക്കാം. അപ്പം അധികം സമയം കളയാതെ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ട്രെയിലർ. ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്തൊരു സംഭവത്തിനാണ് കുടിയാൻമല സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടിക്കടന്ന് വിവാഹ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. പുറത്തെന്താണോ പ്രശ്നം? ഒരു കച്ചറ കല്യാണം, അടിയും പിടി. നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് പെൺകുട്ടി എന്താ അവളുടെ പേര്? സൂസൻ. ബിന്ദു ബിന്ദു കല്യാണം കഴിച്ചിട്ട് പറ്റിച്ചാണ് സാറേ. ഒരു കൊല്ലെടുത്ത് അവൾ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഉണ്ട് ചടങ്ങൊക്കെ ലളിതമായിട്ട് നടത്തിയത്. എന്നിട്ടാണ് ഇത്ര സ്വർണം കൊടുത്തത്. അമ്മ കോൺഗ്രസ് ആയിരുന്നു സാറേ. ഇവള് പറ്റിച്ച് കടന്നു കളഞ്ഞ സ്ഥലങ്ങൾ നോക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മൊത്തം റൂറൽ ഏരിയാസ്. ഇവനൊക്കെ ഇത് എവിടെ നിന്നറിയും? ഇതെല്ലാം ഇത് ഒറ്റക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. സാറേ, സാറ് മാന്യനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനല്ലേ. സാർ ഇതിൽ മാന്യമായിട്ടൊരു തീരുമാനം എടുക്കും. ചേട്ടനെ പോലത്തെ ഒരാളെ കിട്ടിയത് എൻ്റെ ഭാഗ്യട്ടാ. എന്തൊക്കെ വള്ളിയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്പനിമിഷങ്ങളും കൂടെ ഉണ്ട്. രാഹു കടിയേട്ട. രാഹുവിൻ്റെ കുടുക്ക. ഓക്കെ അപ്പോൾ ടീസറിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മേജർ റോൾസ് ഹക്കിം ഷാ, നിഖ്ല വിമൽ, അജു വർഗീസ് ആൻഡ് രമേഷ് പിഷാരടി. അപ്പോൾ എനിക്ക് ടീസർ നമ്മൾ കണ്ടതിൽ നിന്ന് ട്രെയിലറിൽ അഡീഷണൽ ആയിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. സോ ടീസറിൽ കാണിച്ചിരുന്ന ഒൺലി ദാറ്റ് കോമഡി സൈഡ് ഓഫ് ഇറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടീസറിൽ മൊത്തത്തിൽ കാണിച്ചത് നിഖ്ല വിമൽ ഇങ്ങനെ ഇതിനകത്ത് പറയുന്ന പോലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഷീ ഈസ് ഡൂയിങ് എ സ്കാം. അതായത് കല്യാണം കഴിച്ചിട്ട് മുങ്ങുകയാണ്. അപ്പോൾ ഇതാണ് എൻറ്റയർ തിങ്. കുറേ ആണുങ്ങളെ പറ്റിക്കുന്നു. ഇതാണ് ആ ഒരു മേജർ ക്രക്സ്. പക്ഷേ ഇപ്പം ഇഫ് യു കം ടു ദ ട്രെയിലർ ഐ തിങ്ക് ഇതിനൊരു സീരിയസ് ആസ്പെക്റ്റും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പറ്റിച്ച് കടന്നു കളയുന്നത് മാത്രമല്ല, മേ ബി ദർ ഓൾസോ ഇതൊരു വലിയൊരു സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പം ഐ ഡോണ്ട് തിങ്ക് ഞാൻ ആദ്യം അന്ന് വിചാരിച്ചത്, ടീച്ചർ കണ്ടപ്പോൾ വിചാരിച്ചത് കോമഡി ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഐ തിങ്ക് നോ, ഡെഫിനറ്റ്ലി ഇതിന് ആ ഒരു കോമഡി സൈഡ് ഉണ്ട്, സെറ്റാരിക്കൽ ഒരു സൈഡ് ഉണ്ട് ഫോർ ദിസ് ഡ്രാമ. ബട്ട് ഓൾസോ ഐ തിങ്ക് ദർ ഇസ് എ സീരിയസ് സൈഡ് ഓഫ് ഇറ്റ് ഓൾസോ, വേരൻ ആക്ച്വലി പോലീസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് മേ ബി ഹർ മോട്ടീവ്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത്, പിന്നെ എത്ര ആൾക്കാർ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള മേ ബി. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എൻ ഐ ഓപ്പണർ മൂവി. ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി വെറുതെ ഒരു കോമഡി പടം അല്ല. എന്തായാലും ഈ ഇത്രയും സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ അന്ന് ടീച്ചർ കണ്ടപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഐ റിയലി ഹോപ്പ് ദേ ഡൂ ഇറ്റ് വെൽ. കാരണം ഇപ്പോൾ ഒത്തിരി ആൾക്കാരാണ് പറ്റിക്കപ്പെടുന്നത്. ലൈക്ക് ഇൻ ദ സെൻസ് മാരേജ് അലയൻസ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് മേ ബി ദേ ഫൈൻഡ് ഔട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ പെണ്ണുങ്ങൾ മാത്രമല്ല പറ്റിക്കപ്പെടുന്നത്, ആണുങ്ങളും. ഈ സിനിമയിലും അത് തന്നെയാണ്, ആണുങ്ങളാണ് പറ്റിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്. അതും റൂറൽ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. സോ ഇറ്റ്സ് നോട്ട് ഇപ്പം ആക്ച്വലി സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇതിനകത്തിപ്പോൾ ടീസറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ദർ ഇസ് ജസ്റ്റ് ലൈക്ക് ഓൾമോസ്റ്റ് ഓൺ ദ സെയിം ലൈൻസ്. ദേ ഹവ് ജസ്റ്റ് ആഡഡ് കപ്പിൾ ഓഫ് ന്യൂ ഫ്രെയിംസ്, അത്രമാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ദ മൂവി. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്കൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.